വ്യാപക വിമർശനത്തിനും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ വർഗീയ പരാമർശത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചും പ്രസ്താവന പിൻവലിച്ചും മന്ത്രി സജി ചെറിയാൻ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു. എന്നാൽ വ്യക്തികൾക്കും ആത്മീയ സംഘടനകൾക്കും വേദനയുണ്ടായി. അതിനാൽ ഖേദം പ്രകടിപ്പിച്ച് പരാമർശം പിൻവലിക്കുന്നെന്നാണ് വാർത്താക്കുറിപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് പരാമർശിച്ചായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്തും പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യനും ചേരുന്നു. ആദ്യം ഷിജോയിലേക്ക്. ഷിജോ, ഈ പ്രസ്താവന ഇന്ന് വാർത്താസമ്മേളനം നടത്താനിരുന്നതാണല്ലോ. മാത്രമല്ല CPIM നേതൃത്വത്തിനും ഈ പ്രസ്താവനയിൽ അതൃപ്തി ഉണ്ടായിരുന്നു. ആ സാഹചര്യം കൂടി പരിഗണിച്ചാണോ ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയത്? ദിലീപ് കുമാർ, അങ്ങനെ തന്നെ വേണം നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട്. CPM നേതൃത്വത്തിന്, പാർട്ടിക്ക് അതിനകത്ത് വലിയ തരത്തിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ അത് പരസ്യമായിട്ട് പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഇക്കാര്യത്തിനകത്ത് സജി ചെറിയാനുമേൽ ഉണ്ടായിരുന്നു. സജി ചെറിയാൻ നടത്തിയത് അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അതിനെ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പാർട്ടിനെ പുറത്ത് അതിൻ്റെ പാർട്ടിയുടെ മുഖം വികൃതമാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമായി പോയി എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. എന്തായാലും ഒടുവിൽ കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തൻ്റെ പരാമർശം പിൻവലിച്ചുകൊണ്ട് നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സജി ചെറിയാൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അങ്ങേയറ്റം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിലൊരു പരാമർശമായിരുന്നു. അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായതാണ്. എന്തായാലും അതിനകത്ത് കൃത്യമായിട്ടൊരു വിശദീകരണം നൽകാനായിട്ട് മന്ത്രി സജി ചെറിയാൻ ഇന്നിപ്പോൾ ചെങ്ങന്നൂരിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് അറിയിച്ചിരുന്നതാണ്. ഉച്ചയ്ക്ക് 3:30 ചെങ്ങന്നൂരിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് അതിനകത്ത് താൻ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് അറിയിച്ചിരുന്നതാണ്. എന്നാൽ വാർത്താ സമ്മേളനം വിളിച്ച് കൂടുതൽ വിവാദത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒരു 3 പാരഗ്രാഫുള്ള വാർത്താക്കുറിപ്പിലെ ഏറ്റവും അവസാന പാരഗ്രാഫിൽ പറയുന്നത്, താൻ പറഞ്ഞ കാര്യത്തെ വസ്തുതാവിരുദ്ധമായിട്ട് വളച്ചൊടിച്ചതാണ് എങ്കിൽ പോലും തന്നെ സ്നേഹിക്കുന്ന ആളുകൾക്കും ആത്മീയ നേതാക്കൾക്കും ആത്മീയ സംഘടനകൾക്കും അതിനകത്ത് വലിയ വിഷമമുണ്ടാക്കി. അവർ അത് തന്നെ വിളിച്ചു പറഞ്ഞു. അതിൽ തനിക്കും വേദന ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്റെ പരാമർശം നിർവ്യാജം പിൻവലിച്ച് താൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്നുള്ള കാര്യമാണ് കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 42 വർഷത്തെ തന്റെ പൊതു രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വർഗീയതയോടും സമരസപ്പെടാതെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിച്ചിരിക്കുന്ന ഒരാളാണ് താൻ. അപ്പോൾ തൻ്റെ ഒരു പ്രസ്താവനയെ, തൻ്റെ ഒരു പരാമർശത്തെ ചില തെറ്റായ രീതിയിൽ വളച്ചൊടിക്കുകയാണ് ചെയ്തത് എന്നുള്ള ഒരു വിശദീകരണമാണ് സജി ചെറിയാൻ നൽകുന്നത്. എന്തായാലും അതിനെ വളച്ചൊടിച്ചു എന്ന് പറയുമ്പോഴും ആ പരാമർശം പൂർണ്ണമായിട്ട് പിൻവലിക്കുകയാണെന്നും അതിനകത്ത് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്നുകൂടി സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സജി ചെറിയാന്റെ ആ പരാമർശത്തിനെതിരെ ഇപ്പോൾ ഇവിടെ ഈ ചെങ്ങന്നൂരിൽ ഞാൻ നിൽക്കുന്നത് സജി ചെറിയാന്റെ ചെങ്ങന്നൂരിലെ ഓഫീസിന്റെ സമീപത്താണ്. ഇവിടേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കം മാർച്ച് കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ സജി ചൊറിയാനാണെന്നുള്ള ആക്ഷേപം യൂത്ത് കോൺഗ്രസ് നടത്തുന്നു. സജി ചെറിയാൻ രാജിവെക്കണമെന്ന് പറയുന്നു. സജി ചെറിയാൻ നെല്ലിക്കാത്തളം വെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആക്ഷേപം ഉന്നയിക്കുന്നു. അങ്ങനെ വലിയ തരത്തിൽ വിവാദമായതിന് പിന്നാലെയാണ് നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സജി ചെറിയാൻ ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.